അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കുമെന്നാണ് AK ബാലൻ പറഞ്ഞത്. വലിയ പ്രതിഷേധം കോൺഗ്രസിൽ നിന്ന് വരികയാണ്. CPM പ്രതികരിക്കുന്നുണ്ടോ? നിലവിൽ സ്മൃതി ഈ ഘട്ടത്തിൽ കടുത്ത വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയിരിക്കുന്നത്. ഇത് വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. ഇന്ത്യയിൽ RSS എന്താണ് നടത്തുന്നത്, സംഘപരിവാർ നടത്തുന്ന അജണ്ടയുടെ തുടർച്ചയാണ് AK ബാലന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രസ്താവന. അത് CPM അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. അതേസമയം ഈ പ്രസ്താവന CPMന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് AK ബാലൻ നടത്തിയിരിക്കുന്നത്. ഏറെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഇത് ബിനോയ് വിശ്വം ഈ പിന്തുണയ്ക്കുന്നുണ്ടോ ഈ പ്രസ്താവന? പല ഘട്ടങ്ങളിലായിട്ട് ഉത്തരത്തിലിരിക്കുന്ന പല്ലിയെ പോലെ ചില പ്രചരണങ്ങൾ നടത്തുന്നതല്ലാതെ ഈ ഒരു വിഷയത്തിൽ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം എന്താണ്, ഈ പിന്തുണയ്ക്കുന്നുണ്ടോ അത് വ്യക്തമാക്കണം ബിനോയ് വിശ്വം അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ VD സതീശൻ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ ഇതുവരെയും CPM ഈ വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടിട്ടില്ല. ഇതിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് വളരെ രൂക്ഷമായിട്ടൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് AK ബാലൻ ഇത്തരത്തിലൊരു പ്രചരണം നടത്തിയിരിക്കുന്നത്. തലശ്ശേരി കലാപവും മാറാട് കലാപം അടക്കമുള്ളവയുടെ കലാപങ്ങൾ, പല കലാപങ്ങളും ഇനി നടക്കും. ജമാഅത്തെ ഇസ്ലാമി ഈ ഒരു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്താൽ അങ്ങനെയുള്ള കലാപങ്ങളായിരിക്കും ഇനി വരുന്ന നാളുകളിൽ നടക്കാൻ പോകുക. അങ്ങനെയുള്ള സമീപനമാണ് ലീഗും RSSും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് AK ബാലന്റെ വിവാദ പ്രസ്താവന. ആ പ്രസ്താവനയോടാണ് ഇപ്പോൾ VD സതീശൻ കടുത്ത വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഈ VD സതീശന്റെ പ്രതികരണത്തോട് ഇനി ബിനോയ് വിശ്വം CPMും എന്ത് നിലപാടാണ് കൈക്കൊള്ളുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതുള്ളത്. ശരി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.